ഹലോ ഗായ്സ്, ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. ഞങ്ങളിപ്പോൾ അലീനാൻ്റെ ആലങ്ങളെയും എൻ്റെ വീട്ടിലാണ് കേട്ടോ. വേറെ ഒന്നും അല്ല, അമ്മയ്ക്ക് പെയിനൊക്കെ വന്നു കേട്ടോ. ഡെലിവറിയുടെ ലൈക്ക് ഒരു ഇതുള്ള പെയിനൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയും അപ്പയും ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. വൈകുന്നേരം അവർ പോയതാണ്. അപ്പോൾ വൈകുന്നേരം എനിക്ക് വ്ളോഗ് തുടങ്ങാൻ ഒരു ഇതില്ലായിരുന്നു, എന്തോ ഒരു തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വ്ളോഗ് തുടങ്ങിയില്ല കേട്ടോ ഗൈസ്. അപ്പം ഇത് രാവിലെയാണേ. വീട്ടിൽ പോയി റെഡിയായിട്ട് വരും അല്ലേ, നീവാൻ്റെ അടുത്ത് തിരിച്ചു വരും. എന്നിട്ട് ഫുഡ് കഴിക്കും, ഞങ്ങളെല്ലാവരും സ്കൂളിൽ പോകും. വരുമ്പോൾ എന്താണെന്ന് അറിയാം. അപ്പ വീട്ടിലുണ്ട്, ഞങ്ങളെ റെഡിയാക്കിയിട്ട് അപ്പം ഹോസ്പിറ്റലിലോട്ട് പോകും. ഞങ്ങൾ അമ്മ ഹോസ്പിറ്റലാണ്, ഞങ്ങൾ ഇവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത് സ്ലീപ്പ് ഓവറായി. കാശിന് അമ്മേനെ ലേബർ വാർഡിലോട്ട് മാറ്റാൻ പോകണം. ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്ന് ഡ്രസ്സ് മാറിയിട്ട് അതിൻ്റെ അടുത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോകും ഗൈസ്. അപ്പോൾ ഗൈസ്, അലീനൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ദോശയും ചട്നിയും കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് ഗൈസ്. അവിടെ അലീനൻ്റെ അടുത്തായിട്ട് കുറച്ചും കൂടെ നീങ്ങണം. ഓക്കെ ഗൈസ്, പോവാം. സ്ഥിരം നിൽക്കുന്ന സ്പോട്ടിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നടന്ന് ബസ് കയറാൻ പോവാം. വൈകുന്നേരം വരുമ്പോൾ അറിയാം അമ്മ ഡെലിവറി ചെയ്തോ ഇല്ലയോ, ഇപ്പം ഇവരെ വിട്ടിട്ട് സ്ലീപ്പ് ഓവർ ചെയ്യണോ എന്നൊക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്താണെന്ന് അറിയാത്ത ഡേ ഇൻ മൈ സർപ്രൈസ് ഡേ ഇൻ മൈ ലൈഫ്. ബിക്കോസ് ഇന്ന് അമ്മ ഡെലിവറി ചെയ്യോ ഡെലിവറി ചെയ്യത്തില്ലയോ അതോ പിന്നെ ഞങ്ങൾ ഇവാൻ്റെ വീട്ടിൽ കിടക്കുമെന്നൊക്കെയാണ്. ഇന്നലെ ഞങ്ങൾ രാത്രി ഇവാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇറങ്ങിയത്. ഇവാനെ വിളിച്ച പേര് സ്ലീപ്പ് ഓവർ ചെയ്ത് ഇവാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പം വലിയ പണിയൊന്നും ഇല്ല. ഇനിയിപ്പം ഞങ്ങൾ ഇന്ന് രാത്രി കിടന്നു. പിന്നെ രാവിലെ അപ്പോൾ ഒന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ പോയി ഡ്രസ്സ് മാറി പിന്നെ എല്ലാം അടുത്ത് പോയി ഫുഡ് കഴിച്ച് നേരെ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ബസ്സിന്. പൊന്നു അവനെ കൊണ്ടുപോകും. അപ്പോൾ ഗായ്സ്, സ്കൂൾ കഴിഞ്ഞു. നമ്മുടെ ബേബി വന്നെന്നുള്ളൊരു അടിപൊളി വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ ബോയ്. അപ്പോൾ ഞാൻ സ്കൂളിലുണ്ടായിരുന്നപ്പം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എങ്ങനെയായി എന്താണെന്ന് ചോദിച്ചപ്പം അപ്പം മെസ്സേജ് ഉണ്ടായിരുന്നു ബേബിയൊക്കെ വന്നു. ലൈക്ക് ഒരു 11:45 ആ ഒരു ടൈമാണ് ബേബി വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്കിന്ന് വൈകുന്നേരം പോയി ബേബീനെ കാണാം ഗൈസ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാൻ ഇപ്പോൾ വണ്ടി ഇരിക്കുകയാണ്, അതാണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും വെളിയിലോട്ട് കാണിക്കാത്തതും പ്ലസ് നിങ്ങളോട് സംസാരിക്കാത്തതും. അതൊരു ആൾക്കാരെല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ ബ്ലാന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പം ഇതാണ് ഞാൻ പോടിക്കുന്ന വഴി ഗൈസ്. ഞാൻ വന്ന് നേരെ റെഡിയായി. നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ബേബിനെ കണ്ടിട്ട് വരാം. ഞങ്ങളിപ്പോൾ ഡാർലിങ്ങളുടെ അലീനൻ്റെ അടുത്ത് പോകുന്നത് സെയിം ഡ്രസ്സാണ് മീസ്. ഡാർലിങ്ങളുടെ അലീനൻ്റെ അടുത്ത് ഞങ്ങൾ പോവും. അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബേബിനെ കാണാൻ ഹോസ്പിറ്റൽ ബീബാൻ്റെ കൂടെ പോവും. ഇപ്പോൾ ചേട്ടാ അപ്പോൾ ഗൈസ് അലീനേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനും മുന്നേ ഒരു സെയിം ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇവാനാണെങ്കിലും ഇപ്പോൾ ബ്രെഡും ജാമും കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതേണ്ട ഇവാൻ്റെ സൈഡിൽ അത് ഫേസ് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഗൈസ്. വേറെ ഒന്നും അല്ല, അവൻ വന്നിട്ട് കുളിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയില്ല. അപ്പം കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ അലീനാൻ്റി അവിടെ തന്നെയുണ്ട് കേട്ടോ. അലീനാൻ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാനും ഇവാനും അങ്കിളും പൊന്നും മാത്രമേ ബേബീനെ കാണാത്തേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ഇവാൻ കുളിച്ചിട്ട് ഞങ്ങളിപ്പം പോവാണ് ബേബീനെ കാണാനായിട്ട്. അപ്പോൾ സോ എക്സൈറ്റഡ് ഫോർ ദ ബേബി ബോയ്. ഇപ്പം ഞങ്ങൾ ഇവാൻ കുളിക്കാൻ പോയതുകൊണ്ട് തന്നെ ബോറടിച്ചപ്പോൾ ഞാൻ ഇത് കളിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഫുട്ബോൾ. യെല്ലോ ഫുട്ബോളാണെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ടിട്ട് തട്ടി കളിക്കാൻ കേട്ടോ കേസ്, വേറെ ഒന്നുമല്ല. അല്ലാതെ നമുക്ക് ഗോൾ പോസ്റ്റ് കളിക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ.
അപ്പം അടിപൊളിയായിരുന്നു. ഇനിയിപ്പം നമുക്ക് നേരെ ബേബീനെ കാണാൻ. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് ബേബീനെ കാണാനായിട്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് പല 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 രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ എൻ്റെ മുഖത്ത് കാണും കേട്ടോ. അപ്പം തന്നെ ഇവാൻ അടിച്ച് പൊളിച്ച് ഇങ്ങനെ സന്തോഷത്തോട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. നമ്മുടെ ബേബി ബോയാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ബേബിനെ കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുകയാണ്. ഞാനും കുഞ്ഞും ഇവാനും ഡാർലിങ്ങളും മാത്രമേ ഉള്ളൂ. അലീനാൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാണ്. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് എവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കി നടത്തുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലസ് കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഫേസ് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല ഷേക്കി ക്യാമറ പ്ലസ് താഴോട്ടൊക്കെയാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഫുട്ടേജസ് ഒക്കെ എടുക്കുന്നത് ഡാനങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം നേരെ കാർ പാർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ കമോൺ ബേബീനെ കാണാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്രോസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ നടക്കുകയും ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ല പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ തരും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിനോദം ചാടുക, ഓടുക, നടക്കുക, എവിടെ പോവുക, എല്ലാവരും മുഖത്ത് ചിരി കാണാം. ബിക്കോസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈവൻ ഡാർലിങ്ങളുടെ മുഖത്തും നല്ല അടിപൊളി ചിരി കാണാം. കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ബേബിക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും അകത്ത് കയറിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വന്നാൽ എവിടെ വരണം, ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്തായി എന്നൊക്കെ, എവിടെ വരണ്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനാൻ്റിയുടെ. അപ്പോൾ അലീനാൻ്റി ഇപ്പോൾ വന്ന് ഞങ്ങൾ വിളിച്ചോണ്ട് പോട്ടോ ഗൈസ്. അപ്പം നമുക്ക് പോയി ബേബിനെ കാണാം. എക്സൈറ്റഡ് അല്ല? പൊന്നു എക്സൈറ്റഡാ? ഇവാൻ എക്സൈറ്റഡ് ആണോ? അങ്ങൾ എക്സൈറ്റഡ് ആണ്, ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ബർത്തിങ് സെൻറ്ററിലെത്തി കേട്ടോ. ഇത് ഇപ്പം അലീനാൻ്റി പോകുന്നത് നമ്മൾ ആർക്കൊക്കെ കാണാൻ പറ്റും, എപ്പോഴൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ്. ഇവിടെ ഭയങ്കര പോളിസീസൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഒരു സംഭവമുണ്ട്, ഇവാന് കാണാൻ പറ്റില്ല. ബിക്കോസ് ഇവാൻ സിബ്ലിംഗ് അല്ലല്ലോ, അതുകൊണ്ട് ഇവാന് കാണാൻ പറ്റില്ല. പിന്നെ കുറേ ഇൻഫെക്ഷൻ റിസ്ക്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവാന് കാണാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ ഗൈസ്. ഇവൻ കോറിഡോറിൽ ലൈക്ക് വാർഡിലോട്ട് ബേബീനെയും അമ്മേനെയും മാറ്റിയപ്പം ഇവാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ ഗൈസ്. അപ്പോൾ ഞാനും മുന്നും ബേബീനെ ഫസ്റ്റ് കാണുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടോ. ഇത് പൂളാണ്. ഇവിടെയും നമുക്ക് ബേബിന് ഡെലിവറി ചെയ്യാം കേട്ടോ ഗൈസ്, വേണ്ടവർക്ക്.
സെറ്റാക്കിയിട്ടുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ വന്ന് സെറ്റാക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ. ബേബിയോട് പറയാം മിന്നു മുന്നു പിന്നെ ബേബിയുടെ കൂടെ സ്റ്റേ ചെയ്യില്ലേ? ഞങ്ങളുടെ കയ്യിൽ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ഇവാൻ ചോദിച്ചു ഞങ്ങൾ എന്താ ബാഗ് കൊണ്ട് പോകുന്നത്. അപ്പോൾ അലീനൻ്റെ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോകണം ബേബിയുടെ കൂടെ. അതുകൊണ്ട് ഇവാൻ നല്ല കരച്ചിലാണ് കേട്ടോ ഗൈസ്. മിന്നു മുന്നു പിന്നെ ബേബിയുടെ കൂടെ സ്റ്റേ ചെയ്യില്ലേ? ഞാൻ പറഞ്ഞു മിന്നു മുന്നു ബേബിയുടെ കൂടെ സ്റ്റേ ചെയ്യണേ. ചങ്ക് കിടങ്ങി, ചങ്ക് പൊട്ടിപ്പോയി. ഓക്കെ ഇവാൻ, ഇവാൻ എങ്ങനെയുണ്ടായിരുന്നു? ബേബിനെ ഇഷ്ടപ്പെട്ടോ? ഗുഡ്. ഇവാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവാൻ്റെ കഴിക്കല്ലേ ഫുൾ ടൈം ബേബി? യെസ്. ഇവാൻ നമ്മളിപ്പോൾ എവിടെയാ? ഇവാൻ നമ്മളിപ്പോൾ എവിടെയാ? ഇവാൻ ഹലോ KFC. That is Ivan and darling uncle. മറിച്ചിട്ടെടുത്തിട്ട് വാൻ ചേട്ടാ. അമ്മ വേണമെങ്കിൽ ഊതിത്തരാം. പക്ഷേ ഗൈസ് ഇവാനെ കോറിഡോറിൽ കാണിച്ചല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവാൻ ബേബീനെ വാർഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവാൻ കോറിഡോറിൽ കണ്ടു. അതുകൊണ്ട് ഇവാന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബേബി വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്ലേഡോവും കൊണ്ട് കളിക്കുകയാണ്. ഇവാന് നല്ല കാണിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷമമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ക്ലേഡോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ബേബിക്ക് ടോയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവാനായിട്ട്. ഇവാൻ അപ്പം തന്നെ ഞങ്ങൾ ക്ലേഡോ ഉണ്ടാക്കുകയാണ്. കുറേ കളർ മിക്സ് ചെയ്തിട്ട് ഒരു കളറാക്കുക, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറ്. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അപ്പം ഞങ്ങളിപ്പോൾ ഉറങ്ങാൻ പോവാണ് ഗായ്സ്. ഞങ്ങൾ അലീനൻ്റെയും ഡാലിനങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ചുമ്മാ മേലിൽ കളിക്കാൻ പോവാണെന്ന്. പക്ഷേ അവർ വിചാരിച്ചും കളിക്കാൻ പോകുന്നതാണ്. പക്ഷേ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ മൂന്നുപേരും ഇതാണ്ട് ഇവാൻ്റെ ഡബിൾ ബെഡിൽ കിടക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, എല്ലാം സെറ്റായി, മുടി കിട്ടി, ടോയ്ലറ്റ് എല്ലാം യൂസ് ചെയ്ത് കേട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നത് കേട്ടോ. എല്ലാം സെറ്റാണ്, പവറാണ്. ഇനി കിടന്നുറങ്ങിയാൽ മതി. പിന്നെ ഞങ്ങൾ ബേബീനെയൊക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബി എന്താ ചെയ്യുന്നതെന്ന്. ബേബി ഇപ്പോൾ ഉറങ്ങുകയാണ്. എനിവേയ്സ് നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇപ്പോൾ ഡാലിനും കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി പല്ലേച്ചില്ലെങ്കിൽ വടി എടുക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഞങ്ങൾക്ക് പല്ലേക്കാനുള്ള ഒരു ശക്തിയൊന്നും ഇല്ല, ഞങ്ങൾ കിടക്കും ഞങ്ങളെന്ന് പറഞ്ഞ് കിടന്ന പോലെ അഭിനയിച്ചു ഗൈസ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കിടന്നു പല്ല് കഴിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് കിടക്കുന്നില്ലേ പല്ല് കേൾക്കുന്നില്ലേ ചോദിച്ചു ഗൈസ്. പിന്നെ ഇവാൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു. ഇവാൻ അപ്പയുടെ അമ്മയുടെയും കൂടെ അവൻ്റെ അപ്പയുടെ അമ്മേനും കൂടെ പോയി കിടന്നിട്ടുണ്ട്. നാളെ നമ്മുടെ ബേബി. ഇപ്പം നാളത്തെ വ്ളോഗ് എല്ലാവരും കാണാൻ മറക്കരുതല്ലേ കുഞ്ഞു. എല്ലാവർക്കും ഇതിലൂടെ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വരുന്നവരെ ബൈ ബൈ.